അപ്പോൾ iOS 26.4 പബ്ലിക്കലി റിലീസായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സൈസ് വരുന്നത് 360 MB ആണ്. പക്ഷേ ഞാനിത് ബീറ്റ വേർഷനിൽ വരുന്നതുകൊണ്ടാണ് നോർമലി ഒരു 8 GB അറൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിൽ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ കുറേ മൈനർ അപ്ഗ്രേഡ്സ് ഉണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം, അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ മെയിൻ പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ആപ്പിൾ മ്യൂസിക്കിലാണ്. സോ ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്യുന്നവർക്ക് അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൽബംസിന്. സോ ആൽബം ആർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നോർമലി ഇതാ ഇവിടെ വരെ ആയിരുന്നു ഈ കളേഴ്സിൻ്റെ തീമൊക്കെ വരുന്നത്, ബാക്കി ഒരുമാതിരി പ്ലെയിൻ ഒപ്പാക്ക് വേർഷൻ ആയിരുന്നു. ഇത് മൊത്തത്തിൽ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്, കാണാൻ ആസ്തെറ്റിക്കലി കുറച്ച് സെറ്റാണ്. പിന്നെ ആപ്പിൾ കുറച്ച് ഇമോജീസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പുതിയ വന്ന കുറച്ച് ഇമോജീസ്. ഇതല്ലാതെ വേറെയും കുറച്ചുണ്ട്. ഇതിൽ ഒരു പുതിയ ഫേസിൻ്റെ ഇമോജി വന്നിട്ടുണ്ട്, വേറെ ഒരു തിമിംഗലം, അങ്ങനെ കുറച്ച് ഇമോജീസ് വരുന്നുണ്ട്. ഇതാണ് iOS 26.4 ആഡ് ചെയ്ത് കുറച്ച് ഇമോജീസ്. ഓക്കെ, പിന്നെയുള്ളത് ആക്സസിബിലിറ്റിയിലാണ്. അതായത് ആക്സസിബിലിറ്റിയിൽ റെഡ്യൂസ് ബ്രൈറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ടോഗിൾ വന്നിട്ടുണ്ട്. സോ ഇതിൽ എന്താ വെച്ചാൽ നമ്മളിത് ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓഫ് ചെയ്ത് നമ്മളൊരു സംഭവം സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് എഫക്റ്റ് വന്നല്ലോ. സോ നമ്മളിത് ഓണാക്കിയാൽ ആണോ ആ ലൈറ്റ് എഫക്റ്റ് ഇല്ല. സോ ഇതിനെക്കൊണ്ട് ഉപകാരം എന്താ വെച്ചാൽ കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ദാറ്റ്സ് ഓൾ. ഇനി വേണ്ടവർക്ക് യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് ആപ്പ് സ്റ്റോറിലാണ്. അതായത് ആപ്പ് സ്റ്റോറിൽ ഇവിടെ ബോട്ടം ബാറ്, അതായത് ഈ ആർക്കേഡ് വരെ സെപ്പറേറ്റ് ടോഗിളും സെർച്ച് വേറൊരു സെപ്പറേറ്റ് ടോഗിളും ആയിരുന്നു. ഇപ്പോൾ iOS 26.4 ഈ ടോഗിൾസ് എല്ലാം ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ അറിയില്ല. ആദ്യം ഫസ്റ്റ് ബീറ്റാസ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ച ഏതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ മിസ്റ്റേക്ക് അല്ല, അവരിത് ഇൻറ്റൻഷനലി ചെയ്തതാണ്. എനിവേസ് ഐ പ്രിഫർ ഓൾഡ് വേർഷൻ, ബട്ട് ഇതൊരു iOS 26.4 വേറൊരു ചേഞ്ച് നല്ലതാണ്. അതേപോലെ ഇതിൽ വേറൊരു ഫീച്ചർ, ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ ഉണ്ടായിരുന്നു ആപ്പിൾ മ്യൂസിക്കിൽ. അതായത് നമുക്ക് വേണ്ട പ്ലേലിസ്റ്റ് AI വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, ദെൻ പെർഫോമൻസ്, ബാറ്ററി ലൈഫ് എല്ലാം നോക്കുമ്പോൾ ഓക്കെയാണ്. 26.3 വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ ബഗ് ഫ്രീ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.